പാലക്കാടൻ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിൽ ചിതലി ഭാഗത്ത് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ട് അതും NH നിന്നും വെറും 1 മിനിറ്റ് മാത്രം നടക്കേണ്ട ദൂരം ഉള്ളൂ കേട്ടോ. NH നിന്നും 1 മിനിറ്റ് മാത്രം നടക്കേണ്ട ദൂരം. 4.80 സെൻറ്റ് സ്ഥലമാണ്. 1550 സ്ക്വയർ ഫീറ്റ് വീടാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ മുറ്റം നൽകിയിരിക്കുന്നു. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിനായിട്ട് ബോർവെല്ലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ബോർവെല്ലിൻ്റെ കണക്ഷനാണ് നമ്മൾ ഈ കാണുന്നത്. 1-2 വാഹനം കയറ്റി നിർത്താൻ പറ്റാവുന്ന മുറ്റമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ ഭാഗത്ത് ഒരു അലക്ക് കല്ല് നൽകിയിരിക്കുന്നു. ചുറ്റുഭാഗവും സ്നേഹം അതിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സമചതുരത്തിലല്ല സ്ഥലം വരുന്നത്. ചെറിയൊരു വളവുണ്ട് സ്ഥലത്തിന്. നല്ല രീതിയിൽ തന്നെ വളവുള്ള സ്ഥലം തന്നെയാണ്. ഇത് മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വിളിക്കുക കേട്ടോ. അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ നന്നായിട്ട് സ്ഥലമുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിലൊരു വർക്ക് ഏരിയ എടുക്കാൻ പറ്റാവുന്നതാണ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബാക്കിലേക്ക് വീട് ഇറക്കി പണിതുകൊണ്ട് നമുക്ക് മുൻവശം മുറ്റം നമുക്ക് 1-2 വാഹനമൊക്കെ സുഖമായി കയറ്റിയിടാൻ പറ്റും. ഫ്രണ്ട് ജനൽ, ഫ്രണ്ട് കട്ട്ള ഇതെല്ലാം തേക്കിൻ്റേത് കൊണ്ടാണ് പണിതിരിക്കുന്നത്. നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പണിത വീട് ചെങ്കല്ല് കൊണ്ടാണ് പണിതിരിക്കുന്നത്. മുഴുവൻ പുട്ടിയിട്ടിട്ട് ഒരിക്കലും കൊടുക്കേണ്ടവർ, ഇത് മറിച്ച് കൊടുക്കാനായിട്ട് പണിയുന്നവർ ഒരിക്കലും പുട്ടിയെന്ന് ഇട്ടിട്ട് ഇത്രയും മനോഹരമാക്കില്ല കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് മനോഹരമാക്കിയ ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 3 ബെഡ്റൂമാണ് വരുന്നത്. 3ഉം അറ്റാച്ച്ഡ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ താഴത്തെ ഒരു ബാത്റൂമിൽ ഒരു ടൈല് ചെറിയൊരു വ്യത്യാസം കണ്ടോ. അതും ഈ കാലൊക്കെ ഒന്ന് ഉരയ്ക്കാൻ വേണ്ടിയിട്ട് പരുക്കനായിട്ടുള്ള ടൈലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ബെഡ്റൂം വരുന്നുണ്ട്. ആ 3ഉം 14-12 ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബാക്കിയുള്ള എല്ലാ ജനലും ഇരുമ്പിൻ്റെ ജനലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ കാണുന്നത് ഡൈനിങ് ഹാളാണ്. ഈ ഡൈനിങ് ഹാളിന് ചെറിയൊരു ചരിവുണ്ട്. അത് ബാക്കിലെ വശം നമുക്ക് ചരിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഏറ്റവും അറ്റത്ത് വാഷ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക്. അടുക്കളയാണെങ്കിൽ നല്ല ചെറിയൊരു അടുക്കള, നല്ല ഭംഗിയുള്ള നല്ലൊരു അടുക്കള തന്നെയാണ്. ഇതിലടിയിൽ കബോർഡ് വർക്കും മുകളിൽ കബോർഡ് വർക്കുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ അടുക്കള കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും. ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്ഥല സൗകര്യമായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു അടുക്കള തന്നെയാണ്. ഇനി നമുക്ക് നേരെ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനായിട്ടും നൽകിയിരിക്കുന്നു. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ ഒരു ബെഡ്റൂം, വലിയൊരു ഹാള്. ഇപ്പോൾ ഈ കാണുന്ന വീടിന് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ 90% ലോൺ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. വാങ്ങുന്നവരുടെ പ്രൊഫൈല്, ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ക്ലിയർ ആണെങ്കിൽ ഏകദേശം ഒരു 7.5% പലിശയിൽ നമുക്ക് ഒരു വീട് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. 7.5% പലിശയിൽ. അപ്പോൾ എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ലോണിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. വീട് വാങ്ങിക്കുവാനും വീട് പണിയുവാനും എല്ലാത്തിനും ലോൺ ചെയ്തു തരുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്കൊരു സ്ഥലം വാങ്ങിക്കാനാണെങ്കിൽ 80% ലോൺ ചെയ്തു തരുന്നതായിരിക്കും സ്ഥലം വാങ്ങിക്കുവാൻ. വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ കാണുന്നത്. ഏറ്റവും മുകളിലേക്ക് കോണിപ്പടി പുറകിൽ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ തൃശ്ശൂർ പാലക്കാട് മെയിൻ ഹൈവേ NH നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും കണ്ടോ. NH കൂടെ പോകുന്ന വണ്ടികൾ പോകുന്നത് കണ്ടോ. അപ്പോൾ ഇത്രയും അടുത്താണ് ഈ വീട് നിൽക്കുന്നത്. ചുറ്റുഭാഗവും നല്ല നല്ല വീടുകളുള്ള ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന വില 55 ലക്ഷം രൂപയാണ്. 4.80 സെൻറ്റ് സ്ഥലത്തിനും 1550 സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില 55 ലക്ഷം രൂപ. ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും. നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.